ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 20-ാം തീയതിയാണ്. ഈ പ്രഭാതത്തിൻ്റെ എല്ലാ കേൾവിക്കാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം സംഖ്യാപുസ്തകം 19-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഒരു സാധാരണ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വളരെ ഗൗരവമുള്ളൊരു അധ്യായമാണ്. ഈ അധ്യായത്തിന് തലക്കെട്ട് കൊടുക്കണമെങ്കിൽ മൂടിക്കെട്ടാത്ത പാത്രം എന്നൊരു തലക്കെട്ടാണ് കൊടുക്കേണ്ടത്. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങളെക്കൂടെ മൂടിക്കെട്ടണം അടച്ചു വെക്കണമെന്ന് പറയുന്നുണ്ട്. വളരെ കർശനമായ ശുചിത്വ നിയമങ്ങളാണ് ദൈവം ഇസ്രായേലിൽ നൽകിയിരുന്നത് നമുക്കറിയാം. ആഹാരം, വസ്ത്രം, കിടക്ക, പാർപ്പിടം, ലൈംഗികം, ഇങ്ങനെ എല്ലാ തുറകളിലും കർശനമായ നിയമം നൽകിയിരുന്നു. നിയമം ലംഘിച്ച് ജീവിക്കുന്നത് അവരെ സംബന്ധിച്ച് അത്യന്തം പാപവും അപകടകരവുമായിരുന്നു. അങ്ങനെയുള്ള നിയമങ്ങളിലൊന്നാണ് സാധനങ്ങൾ വെച്ചിട്ടുള്ള പാത്രങ്ങൾ മൂടിക്കെട്ടിയിരിക്കണം എന്നത്. മൂടിക്കെട്ടാതെ ഇരിക്കുന്ന പാത്രങ്ങളിലുള്ള വസ്തുക്കൾ അശുദ്ധമാകുവാനുള്ള സാധ്യതയേറെയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലാണെങ്കിലും പാത്രങ്ങൾ അടച്ചാണല്ലോ വെക്കുന്നത്. ആഹാര സാധനങ്ങളുള്ള പാത്രങ്ങളൊക്കെ അടച്ചാണ് വെക്കുന്നത്. അടയ്ക്കാതെ ആഹാരം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? എന്തെല്ലാം കാര്യങ്ങളത് വന്ന് വീഴാം, ഇല്ലേ? തീർച്ചയായിട്ടും എലിയാകാം, പല്ലിയാകാം, പാറ്റയാകാം, വേറെ എന്തെല്ലാം സാധനങ്ങൾ ഇതിലേക്ക് വീഴാം, പൊടി വീഴാം, എന്തെല്ലാം സാധനങ്ങൾ വീഴാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പോലും, ഇന്നത്തെ ആധുനികമായ കാലത്ത് പോലും ആഹാരം ഉണ്ടാക്കിയാൽ അത് അടച്ചു വെക്കുക എന്നുള്ളത് ശരിയാണ്. പൂച്ചയുള്ള വീട്ടിലെ പൂച്ച കയറിയത് തിന്നാം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് പാത്രങ്ങൾ, ആഹാര സാധനങ്ങൾ വെച്ചിരിക്കുന്നതായിരിക്കുന്ന പാത്രങ്ങൾ അത് അശുദ്ധമാകാതിരിക്കാനായിട്ട് മൂടിക്കെട്ടിയിരിക്കണം എന്നൊരു പ്രമാണം ദൈവം പറഞ്ഞു. ഞാനങ്ങ് ചിന്തിച്ചപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് എത്ര ശ്രദ്ധയോടെയാണ് ദൈവം കാര്യങ്ങൾ അവരോട് പറഞ്ഞത്. അവർക്കിതൊക്കെ അറിയില്ലേ? അവർക്കിതൊക്കെ അറിയില്ല. ദൈവം പറയണോ മൂടിക്കെട്ടണമെന്ന് ആഹാരം? അങ്ങനെയല്ല. ഗാഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദിയർ ലൈഫ്. ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ താല്പര്യമുണ്ട്. അവർ ആരോഗ്യവാന്മാരായിരിക്കണം, ദൈവത്തിന് നിഷ്ഠയുണ്ട്. എൻ്റെ ജനത്തിന് ആരോഗ്യമുള്ളവരായിരിക്കണം. അവർക്ക് അന്യ ജന്തുക്കളിൽ നിന്നും അതിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും അവർക്ക് കേടുവരാനായിട്ട് പാടില്ല. അപ്പോൾ സത്യസന്ധമായൊരു പ്രമാണമാണിത്. ആഹാരപാനീയങ്ങളൊടക്കം ചെയ്ത പാത്രം തുറന്നു വെച്ചിരുന്നാൽ അത് പൊടിയും അഴുക്കും ചെറുപ്രാണികളും വീഴുവാനിടയാകും. അറിയാതെ ഇത് ഭക്ഷിക്കുവാൻ കാരണമാകും. അങ്ങനെ ഭക്ഷിക്കുന്ന വ്യക്തി രോഗിയാകും. എലിയാകട്ടെ, പല്ലിയാകട്ടെ, പാറ്റയാകട്ടെ, ഉപദ്രവജീവികൾ അതിൽ കയറുവാനും വീഴുവാനും ഇടയാകും. ആരോഗ്യത്തിന് കാര്യമായ കേട് ഇത് മുഖാന്തരം ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ എത്രയധികം കരുതലും നന്മയും അടങ്ങിയതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ മൂടിക്കെട്ടുക എന്ന പ്രമാണം കേവലം ആഹാരത്തിന് മാത്രമല്ല. നമുക്ക് ദോഷം വരുന്നതായിരിക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പകരാതിരിക്കാനായിട്ട് നാം മൂടിക്കെട്ടേണ്ടതൊക്കെ മൂടിക്കെട്ടി വെക്കണം. ഞാൻ വിചാരിക്കുന്നു വായ മൂടിക്കെട്ടുന്നത് വളരെ നല്ലതാണ്. ഇക്കാലത്ത് പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, കോവിഡ് വന്നതിന് ശേഷം എല്ലാവരുടെയും മുഖത്ത് മാസ്ക് ഉണ്ട്. അതെ, നമ്മുടെ ഏറ്റവും വലിയ പാത്രമെന്ന് പറയുന്നത് നമ്മുടെ വായാണ്. നമ്മൾ അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ഈ വായിൽ കൂടെയാണ് പ്രധാനമായിട്ട്. വാക്കുകളും ആശയങ്ങളും പുറത്തേക്ക് വരുന്നു, ആഹാരവും പാനീയങ്ങളും അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതിനൊരു മൂടിക്കെട്ടുണ്ടായിരിക്കും നല്ലതാണെന്ന് ഞാൻ പറയും. അതാണോ ദൈവം ഉദ്ദേശിച്ചത്? അതല്ല. ദൈവം ഉദ്ദേശിച്ചത് ആഹാരപാനീയങ്ങൾ വെക്കുന്നതായിരിക്കുന്ന പാത്രങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതുമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരടപ്പുണ്ടായിരിക്കും നല്ലതാണ്. ഒരടപ്പ്, ചെവിക്ക് ഒരടപ്പുള്ളത് നല്ലതാണ് എന്ന് പറഞ്ഞു. പണ്ടൊരു നിരീശ്വരനായ മനുഷ്യനെ അങ്ങനെ പറഞ്ഞു, ഞാനായിരുന്നു ദൈവമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ചെവിക്കൊരടപ്പ് കൊടുത്തേക്കുമെന്ന് പറഞ്ഞു. കേട്ടാൽ തോന്നും. കാരണം എന്താ? ഈ വേണ്ടാത്ത വൃത്തികളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തിരുന്ന മനുഷ്യൻ ചിലയ്ക്കുന്ന കേൾക്കേണ്ട ആവശ്യമുണ്ട്. വേണ്ടാത്ത ടപ്പ് ടപ്പ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങനെ ഒരടപ്പ് ദൈവം തരാഞ്ഞതിൻ്റെ കാര്യം, നീ ആദ്യം സുവിശേഷം പ്രസംഗിക്കുന്നിടത്തും ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്തുമായിരിക്കും അടപ്പ് നീ അടച്ചു പോകുന്നത്. ആരെങ്കിലും ദൈവമേ എന്ന് പറയുമ്പോൾ ടപ്പ് ടപ്പ്. അതെ, ശരിയാണ്. മനുഷ്യനെ ഏറ്റവും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ദൈവികാര്യങ്ങളല്ലേ. സുവിശേഷ പ്രസംഗത്തിൽ കേൾക്കാൻ പലവരും പോവും. സിനിമാ തിയേറ്ററുകളിൽ എത്രയോ ആളുകളാണ് പോകുന്നത്, കാശ് മുടക്കി പോവും. എന്ത് കാണാനാ? വല്ല മനുഷ്യന് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതായിരിക്കുന്ന പടം ഉണ്ടാക്കിയിട്ട് നീ അതിനെല്ലാം കൊണ്ട് കാശ് കൊടുക്കണം. വല്ല യാഥാർത്ഥ്യമുള്ള പടങ്ങളാണോ ഇത് കാണുന്നത്? ഒരു യാഥാർത്ഥ്യമില്ലാത്ത പടങ്ങളാണ്. ചരിത്ര മൂവികളൊന്നും അല്ലല്ലോ കാണിക്കുന്നത്. അതെന്തുമാകട്ടെ, ഞാൻ പറയുന്നത് ദൈവിക വിഷയങ്ങൾക്ക് നേരെ മൂടിക്കെട്ടുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ചെവി കേൾക്കണം. ബൈബിൾ പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. പക്ഷേ വായ മൂടിക്കെട്ടണമെന്നുണ്ട്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും. അത് മൂടിക്കെട്ടിയതാണ്. വാ തുറന്നിരുന്നാൽ പ്രശ്നമാണ്. അപ്പോൾ പറയേണ്ടത് ചിന്തിച്ച് ആലോചിച്ച് വേണം വാ തുറന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വായ അടയ്ക്കുകയും വേണം. അത് നല്ല കാര്യമാണ്.
ചില ആളിനെ പറ്റി പറയുമല്ലോ, വാ തുറക്കുന്നത് 2 കാര്യത്തിനേ ഉള്ളെന്ന് പറയാറുണ്ട്, ആഹാരം കഴിക്കാനും നുണ പറയാനും. അങ്ങനെയല്ല, നമ്മളങ്ങനെ ആകരുത്. നമ്മൾ വായ തുറക്കുന്നത് ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരോട് പറയുവാനും നന്ദി പറയുവാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുക ആഹാരങ്ങൾ കഴിക്കാനുമാണ്. അപ്പോൾ ഇവിടെ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ മൂടിക്കെട്ടി വെക്കണം നിങ്ങളുടെ ആഹാരങ്ങൾ, അതെല്ലാം തുറന്നു വെക്കരുതെന്ന് പറഞ്ഞു. വെള്ളത്തിൽ നിന്നത് വീണാൽ, ആഹാരത്തിൽ നിന്നത് വീണാൽ അത് അശുദ്ധമാണത് കളയണമെന്നാണ് പറഞ്ഞു. അത് കളയണം. അത് ചിലതൊക്കെ ആണെങ്കിൽ പൊടിച്ച് കളയണമെന്ന് പറയും. മൺപാത്രങ്ങളാണെങ്കിൽ അത് ഉടച്ചു കളയണമെന്നാണ്. മൺപാത്രങ്ങൾ, ലോഹപാത്രങ്ങളാണെങ്കിൽ അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഉരച്ച് കഴുകി എടുക്കണമെന്ന് പറയും. കാരണം ദൈവം നമ്മുടെ ആരോഗ്യത്തിൽ കൺസേൺഡാണ്. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അവർ ഹെൽത്ത്. ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്കത് സന്തോഷം തോന്നി. മൈ ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ ഹെൽത്ത്. ഞാൻ ആരോഗ്യവാനായിരിക്കണം എന്ന് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. എനിക്ക് എന്തും എങ്ങനെയും വാരി വെട്ടി വിഴുങ്ങി ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ബുദ്ധിയോടുകൂടെ, വിവേചനത്തോടുകൂടെ, എനിക്ക് ആരോഗ്യകരമായ, എനിക്ക് അനുഗ്രഹകരമായ കാര്യങ്ങൾ മാത്രം ഞാൻ കഴിക്കണം, കുടിക്കണം. അതുപോലെ ദൈവം എനിക്ക് തന്നതായിരിക്കുന്ന കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യാതെ അടച്ചു വെക്കണം, മൂടിക്കെട്ടി വെക്കണം. നമുക്കറിയാം, അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മൂടിക്കെട്ടി വെച്ചില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അത് മുഴുവൻ ഫംഗസ് ആയിരിക്കും, മുഴുവന് അത് പൂപ്പല് കൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് മൂടിക്കെട്ടി വെക്കണം, അടച്ചു വെക്കണം. വെള്ളത്തിൻ്റെ പാത്രം അടച്ചു വെക്കാതെ തന്നെ കുറച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ അകത്ത് ഈച്ച കാണും, അതിൻ്റെ അകത്ത് വേറെ പലഹാരങ്ങൾ കാണും, പല്ലിയുടെ വേസ്റ്റ് കാണും, ഒക്കെ കാണും. അപ്പോൾ അടച്ചു വെക്കണം. അവർ ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അവർ ഹെൽത്ത്. ഞാനതേക്കുറിച്ച് പറയുന്നത് നോട്ട് ഓൺലി ഇൻ ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ല, എൻ്റെ ആത്മീകവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ചിന്തയുള്ളവനാണ്. എൻ്റെ ഉള്ളിലേക്ക് പോകുന്നതൊക്കെ വിശുദ്ധമായിരിക്കണം. അടച്ചു വെച്ചതിൽ നിന്നും എടുക്കുന്നത് ശുദ്ധമായതായിരിക്കണം എൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. എൻ്റെ മനസ്സിലേക്ക് പോകുന്നതും എൻ്റെ വയറ്റിലേക്ക് പോകുന്നതും, അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും, എൻ്റെ വാക്കുകളായി വരുന്നതും ഒക്കെ ശുദ്ധമായിരിക്കുന്നതായിരിക്കണം. ദൈവത്തിന് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. അതുകൊണ്ട് നമ്മെ പ്രതി ഇത്രമാത്രം കരുതി ഇങ്ങനെയുള്ള നിയമങ്ങൾ പോലും ഇസ്രായേലിന് കൊടുത്തതായിരിക്കുന്ന ദൈവം എത്ര നല്ല ദൈവമാണ്. ദ ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് എ കെയറിങ് ഗോഡ്. ബൈബിളിൻ്റെ ദൈവം എന്ന് പറയുന്നത് കരുതുന്ന ദൈവമാണ്. അവൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ മാനിച്ച് നമുക്ക് ശ്രദ്ധയോടെ ജീവിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.